ജോലിക്കിടെ മരിച്ച ബസ് കണ്ടക്ടറുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ കാരുണ്യ സർവീസ് നടത്തിയ സഹപ്രവർത്തകരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇങ്ങനെ സർവീസ് നടത്തി ഇവർ സമാഹരിച്ചത് 75 ലക്ഷം രൂപയാണ്. 350ഓളം സ്വകാര്യ ബസ്സുകളാണ് ജംഷീറിന്റെ കുടുംബത്തിനായി ഒരു ദിവസത്തെ സർവീസ് നടത്തിയത്. ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിനിടെ ലോറി ഇടിച്ചാണ് ആനക്കയം സ്വദേശിയായ ജംഷീർ മരിച്ചത്. പ്രിയപ്പെട്ട ജംഷിക്ക് സ്വന്തമായി വീടില്ലാത്തതിനാൽ അദ്ദേഹവും കുടുംബവും ആനക്കയത്തെ ഒരു വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. പ്രിയ സുഹൃത്തിനായി അവർ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങി. മലപ്പുറം ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ അന്ന് സർവീസ് നടത്തിയത് ജംഷീറിനു വേണ്ടി. ഭാര്യയും 2 മക്കളുമുള്ള കുടുംബത്തിന് സുരക്ഷിതമായ ഒരു വീടെന്ന സ്വപ്നം ബാക്കിയാക്കിയായിരുന്നു ജംഷീർ വിട പറഞ്ഞത്. അത് സാക്ഷാത്കരിക്കാൻ സഹപ്രവർത്തകർ തുനിഞ്ഞിറങ്ങി. 2 കുട്ടികളാണ് അയാൾക്ക്. കോട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ആ കുട്ടികൾക്കൊരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. 360ഓളം ബസ്സുകൾ ഓടുന്നുണ്ട്. ഞങ്ങളെ പണിക്കാരെ കൂലിയും പിന്നെ പിരിഞ്ഞു കിട്ടണം, എത്ര പിരിഞ്ഞു കിട്ടണോ അതൊക്കെ ഇതിലേക്കാണ്. തിരൂർ അരീക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ കണ്ടക്ടറായിരുന്നു ജംഷീർ. സർവീസിനിടെ റോഡിൽ ഇറങ്ങി ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിനിടെ ലോറി ഇടിച്ചായിരുന്നു അപകടം. കാരുണ്യ സർവീസിന് പുറമെ കവലകൾ കേന്ദ്രീകരിച്ചുള്ള ഫണ്ട് ശേഖരണം എല്ലാം നടത്തിയാണ് സഹപ്രവർത്തകർ തുക സമാഹരിച്ചത്. വീടൊരുക്കുന്നതിനു പുറമെ കുടുംബത്തിന് വരുമാനമാർഗമൊരുക്കാനും ഇവർ ലക്ഷ്യമിടുന്നുണ്ട്. ഒത്തൊരുമയുടെയും കരുതലിന്റെയും ഒരു മലപ്പുറം മോഡൽ വീണ്ടും കാണുകയാണ്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അരുൺ അമൃതനാഥാണ് നമ്മുടെ കൂടെ ഉള്ളത്. അരുൺ, പറയാതെ വയ്യ, പലപ്പോഴും നമ്മൾ ഈ സ്വകാര്യ ബസ്സുകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നൽകുന്നവരാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഈ മത്സരയോട്ടം, മരണപ്പാച്ചിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവരാണ്. അതിൽ തന്നെയും സാഹസം കാണിക്കുന്ന, പോട്ടെ അഹങ്കാരം കാണിക്കുന്ന കുറേ ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അപ്പോഴും നമുക്കറിയാം അങ്ങനെയുള്ള ആൾക്കാർ മാത്രമല്ല, അതിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന്. അതിൽ ചിലരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിലെന്നെ ഏറെ സന്തോഷപ്പെടുത്തിയത് ഇപ്പോൾ വീട് നിർമ്മിച്ച് നൽകാനുള്ള ആ രൂപ കൊടുക്കുക മാത്രമല്ല, ആ കുടുംബത്തിന് വരുമാനം ഒരുക്കാനുള്ള, സ്ഥിര വരുമാനം ഒരുക്കാനുള്ള കാര്യം കൂടി അവർ കണ്ടെത്താൻ പോകുന്നു എന്നുകൂടി കേട്ടപ്പോഴാണ്. പൂജ, ഒത്തൊരുമയുടെ ഫലം തന്നെയാണ്. ഈ എങ്ങനെയാണ് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. കാരണം ഈ അപ്രതീക്ഷിതമായുള്ള സുഹൃത്തിൻ്റെ വിയോഗം, സുഹൃത്ത് ബാക്കിയാക്കിയ ആ സ്വപ്നം, അത് സാക്ഷാത്കരിക്കാൻ ഇവരെല്ലാവരും തുനിഞ്ഞിറങ്ങുകയാണ്. അവരുടെ ഒരു ദിവസത്തെ വരുമാനം അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, അത് എന്താ നമ്മൾ അവർ പറഞ്ഞ ആ വാക്കുകളിൽ തന്നെയുണ്ട്. ഈ 350 ബസ്സുകളാണ് ഒരു ദിവസം ഈ ജംഷീറിനായി, മലപ്പുറം നഗരത്തിലെ 350 ബസ്സുകൾ സർവീസ് നടത്തിയതും ജംഷീറിന് വേണ്ടിയായിരുന്നു. അങ്ങനെ സമാഹരിച്ച് കിട്ടിയ തുക എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയാണ്. അതിനും മേലെയാണ് അത് ആത്മബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ മൂല്യം എന്ന് പറയുന്നത്. ഈ ജംഷീർ ഒരു ഗതാഗതക്കുരുക്ക്, ഈ സർവീസ് നടത്തുന്ന ബസ്സിലെ കണ്ടക്ടറായിരുന്നു. ഒരു ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിനിടെയാണ് ഈ റൂട്ടിലിറങ്ങിയ ഒരു ലോറി അപ്രതീക്ഷിതമായി വന്ന് ഇടിച്ചുണ്ടായ അപകടമാണ്. അങ്ങനെയാണ് ഈ ജംഷീർ മരിക്കുന്നത്. അങ്ങനെ ജംഷീറിന് 2 കുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തെ ഒരു വീടെന്ന ജംഷീറിൻ്റെ ഏറെക്കാലമായുള്ള സ്വപ്നമായിരുന്നു. അങ്ങനെ ഈ ജംഷീറിൻ്റെ വിയോഗത്തെ തുടർന്നാണ് ഇവർ ഇങ്ങനെയൊരു ആശയത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഈ സർവീസ് നടത്തുക മാത്രമല്ല, ഈ കവലകളിലൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു ഫണ്ട് സമാഹരണം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇതിലും നിർത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ 75 ലക്ഷം ഒരു ഫൈനൽ കണക്കല്ല, ഇനിയും സർവീസ് നടത്തിയ ബസ്സുകളുടെ ബാക്കി ഫണ്ട് കൂടി വരാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പൂജ നേരത്തെ സൂചിപ്പിച്ചത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സ്ഥിര വരുമാനം കൂടി, ആ കുടുംബത്തിന് അനാഥമായി പോകാതെ വെക്കാൻ ഒരു സ്ഥിര വരുമാനം കൂടി കണ്ടെത്തുക എന്നൊരു വലിയ ലക്ഷ്യം കൂടി അവരുടെ മുന്നിൽ. എന്തായാലും സ്നേഹത്തിൻ്റെയും ഒത്തൊരുമയുടെയും ആത്മബന്ധത്തിൻ്റെയും ഒക്കെ ഒരു മലപ്പുറം മോഡൽ തന്നെയാണ് പൂജ നമുക്ക് കാണാൻ. തീർച്ചയായും വരണം. അവരൊരുക്കി കൊടുത്ത ആ പണത്തെക്കാളിലും ഒരുപാട് വിലയുണ്ട് അവർ കാണിച്ച ആ നല്ല മനസ്സിന്. ശരിയായിരുന്നേ.